ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് ഒരു ഹ്യൂജ് മിന്ത്ര ഡ്രസ് ഹോളാണ്. കുറച്ചധികം ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യാം. 10 to 15 ഡ്രസ്സസോളം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്വിക്ക് മിന്ത്ര ഹോളായിരിക്കും. ആ ഡ്രസ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മീഷോ എന്നാണ്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഒട്ടും ലേറ്റ് ആക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു സ്ലീവ്ലെസ് കോട്ടൺ ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ അധികം ഡ്രസ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ സൈസ് ആണ്. എനിക്കിതൊരു ആംഗിൾ ലെങ്ത്തിലും താഴെയായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് ഇതേപോലെ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കളറിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫിറ്റ് ആയിട്ട് നിന്നോളും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ രണ്ട് സൈഡും തന്നെ പോക്കറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഹക്കൂബ പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഒരു ക്രീം കളറിലാണ് വരുന്നത്. വീനെക്കാണ്. ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ്സിൽ ഒരു ഫ്രിൽ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതേപോലെ നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് നമുക്ക് നല്ല ഫിറ്റ് ആയിട്ട് നിന്നോളും. നമ്മൾ ഓർഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നന്നായിട്ട് ഫിറ്റായി കിടന്നോളും. പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് വേറൊരു പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ സൈസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സും ഒരു ഹക്കൂബ പാറ്റേണിൽ വരുന്നൊരു ഡ്രസ്സാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നത്. ഇതിനും വീനെക്കാണ്, ഇതും സ്ലീവ്ലെസ് ആണ്. ഇതിനും ഇതേപോലെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലോ സൈഡിലോ ബാക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടി പറ്റും. മോഡലിട്ട ഫോട്ടോയിൽ അവർ ഫ്രണ്ടിൽ സൈഡിലായിട്ടാണ് ടൈ ചെയ്തത്. അപ്പം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈ ചെയ്യാം. ഇതിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു എക്സ്ട്രാ പീസിങ് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ആൻഡ് ഇതും ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് സ്മോൾ ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരു നല്ലൊരു ലൂസ് ഫിറ്റ് ഷോർട്ട് ഡ്രസ്സാണ്. സ്ലീവ്സ് ഇതേപോലെ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. എന്നിട്ട് എൻഡിലായിട്ട് ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് ഇതേപോലൊരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് വരുന്നത് ഒരു കോളർ പാറ്റേണിലാണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും അധികം കാണാത്തൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ബീച്ച് ആൻഡ് ഒലീവ് ഗ്രീൻ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കളറാണോ പാറ്റേൺ ആണോ എന്താ അറിയില്ല, എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ നെക്ക് ഒരു ചൈനീസ് കോളർ പാറ്റേണിലാണ് വരുന്നത്. സ്ലീവ്സ് ഇതേപോലെ ഒരു 3/4 സ്ലീവ്സ് ആണ്. ബാക്കിൽ ഇതേപോലെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ പ്യോർ കോട്ടൺ ആണ്. പക്ഷെ മെറ്റീരിയൽ കുറച്ച് തിന്നാണ്. പക്ഷേ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ സീ ത്രൂ അല്ല. എനിക്കിതിൻ്റെ ലെങ്ത് ഒരു കാഫ് ലെങ്ത്തിലും താഴെയായിട്ടാണ് ലെങ്ത് വരുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ഫ്രണ്ടിൽ ത്രൂ ഔട്ട് തന്നെ ബട്ടൺസ് ആണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെറ്റേണിറ്റി വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ക്രീം കളർ ഡ്രസ്സാണ്. ഭയങ്കര ഒരു പ്രീമിയം ലുക്കിംഗ് ഡ്രസ്സ് പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പാറ്റേൺ ഒക്കെ ഒരു പിങ്ക് കളർ ഫ്ലോറൽ ത്രെഡ് ഡിസൈൻ ആണ് വരുന്നത്. യോക്ക് പോർഷൻ്റെ താഴെയായിട്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഇതേപോലെ ഒരു 3/4 സ്ലീവ്സ് ആണ്. എൻഡിൽ ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിലും ത്രൂ ഔട്ട് ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയലാണ്. ബാക്കിലായിട്ട് ഇതേപോലെയാണ്. എൻഡിലായിട്ടും ഇതേപോലെ ഒരു പാറ്റേൺ അറ്റാച്ച് ചെയ്തിട്ട് ത്രൂ ഔട്ട് ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഡ്രസ്സാണ്. ആക്ച്വലി റെഡ് അല്ല കളറ്, ഒരു റെഡ് ആൻഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ സ്ലീവ്സും ഇതേപോലെ 3/4 സ്ലീവ്സാണ് വരുന്നത്. എൻഡിൽ ഇങ്ങനെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് തന്നെ ബട്ടൺസാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റേണിറ്റി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് വേസ്റ്റ് ഭാഗത്തായിട്ട് ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത്.
ഫുള്ളായിട്ട് പ്ലെയിൻ ഡ്രസ്സാണ്, എക്സെപ്റ്റ് ഈ ഒരു എൻഡിൽ ഇതേപോലെ ഒരു ഹക്കൂബ പാറ്റേണിൽ വരുന്ന ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഒലീവ് ഗ്രീൻ ഡ്രസ്സാണ്. ഇത് ഞാൻ നേരത്തെ റെഡ് കാണിച്ച അതേ ഓൾമോസ്റ്റ് അതേ പാറ്റേണിൽ വരുന്ന ഡ്രസ്സാണ്. ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിലാണ് പിന്നെ ഹക്കൂബ പാറ്റേണിൽ വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ കുറച്ച് ചുരുക്ക് വരുന്നുണ്ട് അടിയിലായിട്ട്. എൻഡിലായിട്ട് ഇതേപോലെ ഹക്കൂബ പാറ്റേണിൽ തന്നെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനും രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതും ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ തന്നെയാണ്. അടുത്ത കാണിച്ച റെഡും ഈ ഒരു ഒലീവ് ഗ്രീൻ ഡ്രസ്സും രണ്ടും പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ലെമൺ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ്. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതേപോലെ ഒരു വി നെക്ക് പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവ്സ് ഇതേപോലെ കുറച്ചൊരു വലിയ പഫ് സ്ലീവ്സ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സ്ലീവ്സിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ബാക്ക് ഇതേപോലെ ആണ് വരുന്നത്. 3 ലെയർ ആയിട്ടാണ് ഈ ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഒരു ഇതേപോലെ ലെയർ ആയിട്ടാണ്. മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്, പക്ഷെ എനിക്കെന്തോ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലെയാണ് തോന്നിയത്. കുറച്ച് ലൂസ് ഫിറ്റ് ആയതുകൊണ്ടായിരിക്കാം. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ എടുത്തത്. നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ആൻഡ് ഈ യോക്ക് പോർഷനിലും അതേപോലെ തന്നെ സ്ലീവ്സിലും ആയിട്ട് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വരുന്നൊരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ ഫുള്ളും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെറ്റേണിറ്റി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഈ ഷർട്ട് ഡ്രസ്സ് വരുന്നത്. പിന്നെ ബാക്കിൽ ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ. താഴത്തേക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് ത്രെഡ് എംബ്രോയിഡറിയിൽ. ഇതും പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഒരു ക്രഷ്ഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. നെക്ക് ഇതേപോലെ ഒരു ഡീപ്പ് വി നെക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലൊരു ബ്ലാക്ക് ഇന്നർ വാങ്ങിയിട്ടിടാം. പിന്നെ സ്ലീവ്സ് ഇതേപോലെ ഒരു പഫ് സ്ലീവ്സാണ് വരുന്നത്. ഷോർട്ട് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ്സ്. എൻഡിലായിട്ട് ഇങ്ങനെയാണ് ഒരു എക്സ്ട്രാ പീസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ ആ നെക്ക് ലൈനിലേക്കും കൂടെ സെയിം ഫ്രണ്ടിലുള്ള പാറ്റേൺ പോകുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഒരു ക്രീം കളർ ഡ്രസ്സാണ്. ആൻഡ് ത്രൂ ഔട്ട് ഫുള്ളും ഒരു ഗ്രീൻ ആൻഡ് റെഡിൽ ഫ്ലോറൽ വർക്കാണ്. സോറി, വർക്കല്ല, ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പഫ് സ്ലീവ്സ് ആയിട്ടാണ് 3/4 ആയിട്ട് പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. എൻഡിൽ ഇതേപോലെ എലാസ്റ്റിക് ഉണ്ട്. ബ്ലാക്ക് ഡ്രസ്സ് കണ്ട പോലെ തന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺസ് വരുന്നുണ്ട്. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സീ ത്രൂ ആണ്. ബാക്ക് ഇതേപോലെയാണ്. ഡ്രസ്സ് ത്രൂ ഔട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റേണിറ്റി വെയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോയി മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസാണ്. ഡ്രസ്സിന് 2 ഭാഗത്തും പോക്കറ്റ്സ് വരുന്നുണ്ട്. എൻഡ് പോർഷൻ ഇതേപോലെ ഒരു എക്സ്ട്രാ പീസ് അറ്റാച്ച് ചെയ്ത പോലെ ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു ഷർട്ട് ഡ്രസ്സ് തന്നെയാണ്. ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിലും തന്നെ ത്രൂ ഔട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ്സ് ആണ്. ബാക്ക് പോർഷൻ ഇതേപോലെയാണ്. ഷർട്ട് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഹൈ നെക്കാണ് ബാക്കിൽ. പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പീച്ച് കളർ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. നേരത്തെ കാണിച്ച ഡ്രസ്സ് പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഫുൾ ത്രൂ ഔട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഇതേപോലെ 3/4 സ്ലീവ്സ് ആണ്. ബാക്ക് പോർഷൻ എൻഡ് ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ സൈസ് വരുന്നത് സ്മോൾ സൈസാണ് ഞാൻ എടുത്ത സൈസ്. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഉജാല കളർ ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ലേസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നെക്കിൽ. സ്ലീവ്സും തന്നെ കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ഞാൻ ആക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.